പക്ഷെ ഞങ്ങളുടെ ഈ സൗഭാഗ്യം കാണാൻ ഞങ്ങളുടെ പപ്പയില്ല. വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. വീട് പണിയുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്ന്. പക്ഷെ എൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആൾക്കാരെ ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു ഭവനം പൂർത്തിയാക്കി തരണേ. താങ്ങിയ ഭുജബലമേ എന്നേരെ വന്നതാം വാക്കിൻ നമ്പിനാൻ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. മഴ പെയ്യുമ്പം തലയിൽ പായ, അന്നത്തെ പായ തലയിൽ മൂടി വെള്ളം വീഴാതെ ഞങ്ങൾ അത്രമാത്രം കഷ്ടപ്പെട്ടതാ. പക്ഷെ ഇന്ന് എൻ്റെ അനിയത്തിക്ക് ഒരു വീടിന് പകരം 2 വീടാണ്. ഭുജബലത്താ ഞാൻ കടമ്പനാട് നിന്ന് വരികയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾക്ക് വീട് പണി തുടങ്ങി വെച്ചു. ഒരു ജനുവരി മാസമൊക്കെ ആയപ്പോഴത്തേക്കും പണി നിർത്തി വെച്ചു. പാസ്റ്ററിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ ഒരു 7 വർഷം കൊണ്ട് കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഒരാവശ്യത്തിന് ഞാൻ വിളിച്ചിട്ടില്ല. ഒരേ ഒരാവശ്യത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് എന്തോ ഭാഗ്യത്തിന് പാസ്റ്റർ ഫോൺ എടുത്തു. ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഇതുപോലെ പാസ്റ്ററിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ എൻ്റെ വീട് പണി മുടങ്ങിക്കിടക്കുകയാണ്, ഇത്ര മാത്രമേ പറഞ്ഞോളൂ. എന്നോട് പറഞ്ഞു നിങ്ങൾ ആരാധനയ്ക്ക് വരാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു നമുക്കെന്നാൽ പോകാമെന്ന് പറഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ ആരാധനയ്ക്ക് വന്നു. പാസ്റ്ററിനെ റൂമിൽ കയറി കണ്ടു. തുടക്കത്തിൽ എന്നോട് പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട, വീട് പണി ഒരു മുടക്കവും ഇല്ലാതെ പൂർത്തിയാകും എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ ചിന്തിച്ച് ഒറ്റ രൂപ കയ്യിലില്ല, എങ്ങനെ വീട് പൂർത്തിയാകും? ഞാനിങ്ങനെ അന്ന് തൊട്ട് ഈ ഫെബ്രുവരി മാസം തൊട്ട് ഒറ്റ ആഴ്ച മുടക്കമില്ലാതെ എല്ലാ ആഴ്ചയിലും പാസ്റ്ററിനെ കയറി കണ്ട് ഞാൻ പറയും വീട് പണി മുടങ്ങിക്കിടക്കുന്ന പൈസയില്ല, ലോൺ എടുക്കാൻ പോയിട്ട് ഒരു നിർവാഹമില്ല, ആരും ലൈഫിൻ്റെ വീടായതുകൊണ്ട് ലോണ് തരത്തില്ല, ആരും പ്രമാണം വെച്ചപ്പോൾ ലോണ് തരത്തില്ല എന്ന് പറഞ്ഞു. ജൂലൈ മാസം ആദ്യത്തെ ഞായറാഴ്ചയും ഞാൻ പാസ്റ്ററിനെ കയറി കണ്ട്, രണ്ടാമത്തെ ഞായറാഴ്ച ഇതേ വിഷയം പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്ന് പാസ്റ്റർ പ്രസംഗിക്കാൻ തുടങ്ങുന്നത് തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്ന്. പക്ഷേ എൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആൾക്കാരെ ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു ഭവനം പൂർത്തിയാക്കി തരണേ എന്ന്. അതിൻ്റെ 3-ാമത്തെ ദിവസം ബുധനാഴ്ച ദിവസം രാവിലെ എൻ്റെ അനിയത്തി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പണി പൂർത്തിയാക്കാൻ 5 ലക്ഷം രൂപ ഞങ്ങൾ തരാം. അതുവരെ 1 രൂപ കയ്യിലില്ലാതെ എങ്ങനെയെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സത്യം പറഞ്ഞാൽ ഞങ്ങൾ 15 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഞങ്ങളുടെ പപ്പയുടെ കുടുംബ വീട്ടിൽ ഞാനും എൻ്റെ സഹോദരിയും മഴ പെയ്യുമ്പം തലയിൽ അന്നത്തെ പായ തലയിൽ മൂടി വെള്ളം വീഴാതെ ഞങ്ങൾ അത്രമാത്രം കഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് എൻ്റെ അനിയത്തിക്ക് ഒരു വീടിന് പകരം 2 വീടാണ്. പക്ഷേ ഞങ്ങളുടെ ഈ സൗഭാഗ്യം കാണാൻ ഞങ്ങളുടെ പപ്പയില്ല. പപ്പ 21 വർഷം കിടപ്പിലായിരുന്നു. ആ 21-ാമത്തെ വർഷം പപ്പ മരിക്കുന്നു. അതിനുശേഷം ഞാനും എൻ്റെ അനിയത്തി ഞങ്ങൾ വലിയ നിലയിലായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വീട് പണി തടസ്സപ്പെടുത്താനായിട്ട് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കറണ്ട് എടുത്തിരുന്നത്. അവിടെ ഞങ്ങളോട് സ്നേഹമുള്ള ആരോ വിളിച്ചിട്ട് വിജിലൻസിൽ വിളിച്ച് പറഞ്ഞു, വേറെ അടുത്തെങ്ങും വിളിച്ച് പറഞ്ഞില്ല, വിജിലൻസിൽ വിളിച്ച് പറഞ്ഞു. വിജിലൻസിൽ നിന്ന് ആൾ വന്നു, ജംഗ്ഷൻ മൊത്തം അറിഞ്ഞു, നാട് മൊത്തം അറിഞ്ഞു. കാരണം ജംഗ്ഷനിൽ വന്നിട്ട് ഇന്ന ആളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തയ്യക്കട ഇട്ടിരിക്കുന്ന കൊച്ചിൻ്റെ വീടാണ് എന്ന് എല്ലാവരും പറയും. അപ്പം അത് കാരണം എല്ലാവരും അറിഞ്ഞു. വിജിലൻസുകാർ വന്നു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. വിജിലൻസുകാർ വന്നു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അറിയാം ദൈവമുണ്ട് എൻ്റെ കൂടെ, എനിക്കൊന്നിനും പേടിക്കാൻ കാര്യമില്ല. കാരണം അതിനു മുന്നേ ബ്രദർ പറഞ്ഞിട്ടുണ്ട് വീട് പണി ഒരു തടസ്സമില്ലാതെ പൂർത്തി. ആ ഒരു വാക്യം എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്കത് നല്ല ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഘട്ടം ബാത്റൂമിൻ്റെ കുഴിയെടുക്കുന്നത് ഞങ്ങളുടെ അയ്യത്ത് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തെ അയ്യത്തെ ആൾ അതും വഴക്കുണ്ടാക്കി, അവരുടെ അയ്യത്താണെന്ന്. പണി അങ്ങനെ 2-3 ദിവസം നിർത്തി വെക്കേണ്ടി വന്നു. പാസ്റ്ററിനെ അന്ന് രാത്രി തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഒരു 10:30 മണിയായപ്പോൾ പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു ഒരു കുഴപ്പമില്ല, നടക്കുമെന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം അതിൻ്റെ ഓണർ വന്നു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ തുടങ്ങിക്കോ, എനിക്ക് തെറ്റുപറ്റിയതാണ്, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെയും തടസ്സം. വഴി വൃത്തിയാക്കാൻ അടുത്ത വീട്ടിലെ ആൾ സമ്മതിക്കത്തില്ല. അതിൻ്റെ തലേദിവസം പാലിയാച്ചിൻ്റെ തലേദിവസം എൻ്റെ ചേട്ടൻ ബൈക്കിൽ നിന്ന് വീണ് കാല് മുറിഞ്ഞ്, കാലിനകത്ത് കണ്ണാടി ഗ്ലാസ് കിഴിഞ്ഞ് കയറി
അത് സ്റ്റിച്ച് ഇടേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. എല്ലാവർക്കും നന്ദി. ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവിടുത്തെ ആൾക്കാരെക്കാളും നമ്മുടെ സഭയിലെ അംഗങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ. പ്രതീക്ഷിച്ചില്ല. ഒരു ആവശ്യം വരുമ്പോൾ സഭക്കാരെ കൂടെ നിൽക്കുമെന്ന് പറയുന്നത് വാസ്തു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. നന്ദി, വളരെ നന്ദി. സഭയൊന്ന് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് Adhikar